ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ പറയാൻ വരുന്നില്ല. കാരണം ഇത് എന്നോ എടുത്തതെന്ന് പറയേണ്ടി വരും. ഞാൻ ഈ പെരുന്നാളിൻ്റെ ദിവസം എടുത്ത വീഡിയോ ആട്ടോ ഇത്. എന്നിട്ട് ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കാരണം കുറേ പഠിക്കാനുണ്ടായിരുന്നു ട്യൂഷൻ സ്കൂളിലൊക്കെ ആയിട്ട്. അതാണ് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാതായത്. അപ്പം വേറൊന്നുമില്ല, പെരുന്നാളിൻ്റെ ദിവസം ഉണ്ടായ ഒരു മിനി വ്ലോഗാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ആ ഒരു വീഡിയോ ആണെന്ന്. ഇന്നാണെങ്കിൽ ആൻറ്റി അന്ന് ഞാൻ ഇന്ന് പറയുകയും ചെയ്യാൻ തോന്നുന്നു. അപ്പം ഇന്നാണെങ്കിൽ ആൻറ്റിമാർ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ ചേച്ചിമാർ, അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫ്രണ്ട് കുഴിമന്തി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഹണി കുഴിമന്തി ആയിരുന്നു. അതാണ് എനിക്ക് ഏട്ടനും ഇഷ്ടം. പക്ഷേ ഏട്ടൻ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നിങ്ങനെ സത്യം പറഞ്ഞാൽ ഏട്ടൻ എന്തോ ദഹനക്കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവനപ്പ് ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലത്തെ പാല് കുടിക്കാണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്യൂഷനും ലീവായിരുന്നല്ലോ, അപ്പം നേരം വൈകി എഴുന്നേറ്റതായിരുന്നു. പിന്നെ ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരു വെയിലുണ്ടാകുമ്പം ആറിടതിലായിരുന്നു. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മഴ പുറത്തൊക്കെ പൊടിയുന്നുണ്ട്. അന്ന് മഴ ഇല്ലായിരുന്നു, ഇന്ന് മഴ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി. പിന്നെ ഞാൻ പഴയ ആൽബങ്ങൾ എടുത്ത് നോക്കലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയൊരു ദിവസം ആൽബം കണ്ടിട്ട് പഴയ വീഡിയോസ് കണ്ടിട്ട് ഒരു വ്ലോഗ് ചെയ്യാം, എന്തൊക്കെയാണ് എക്സ്പ്രഷൻസ് എന്നത് ചെയ്യാൻ വിചാരിച്ചു. കാരണം പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരിക്കും. എനിക്കിഷ്ടമല്ല കേട്ടോ എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണുന്നത്. എനിക്ക് യൂട്യൂബിലത്തെ വീഡിയോസ് പോലും കാണുന്നത് ഇഷ്ടമല്ല. അങ്ങനെ സ്വഭാവം എനിക്ക്. പിന്നെ അങ്ങനെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബിരിയാണിയായി. അതൊക്കെ ഭയങ്കര സ്പീഡാവാൻ കാരണം ഞാൻ വേഗമാണ് എല്ലാം എടുത്തത്. എനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം. ഞാൻ ഫുള്ള് ഫോണിൽ കളിയായിരുന്നു. അതാണ് എന്നുവെച്ചാൽ തീരെ പഠിക്കില്ല എന്നല്ല, രാത്രി കഴിഞ്ഞാൽ പഠിക്കണം. അന്ന് ലീവായതുകൊണ്ട് പിന്നെ രാവിലെ കളിച്ചെന്നുള്ളൂ. അങ്ങനെ ഞാൻ മന്തി തന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ കൊതിയുന്നുണ്ട്. അടിപൊളി മന്തിയായിരുന്നു. ഹണി മന്തി വെച്ചാൽ അടിപൊളിയാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ അത് കഴിച്ചു. ഞാൻ നിലത്തായിരുന്നു ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സോഫേൻ്റെ മുകളിലൊക്കെ കയറി പിന്നെ നിലത്തിരുന്ന് കഴിക്കുകയായിരുന്നു ചെയ്ത്. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചു. പിന്നെ ഒരു ബൗണ്ടി പോലത്തെ മുട്ടായി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ച് നോക്കി. പക്ഷെ അതിൽ ബൗണ്ടി പോലത്തെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ ഏട്ടന് കൊണ്ടേ കൊടുത്തു. പിന്നെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ സെവനപ്പ് എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പാൽ കുടിച്ച് ഇരിക്കുകയായിരുന്നല്ലോ. അപ്പം അമ്മ പറഞ്ഞു അപ്പോൾ കുടിക്കണ്ടെന്ന്. ഞാൻ പിന്നെ വിചാരിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുടിക്കാമെന്ന്. അങ്ങനെ ഞാനത് കുടിച്ചു. പിന്നെ കണ്ടില്ലേ, ഞാൻ അങ്ങനെ തന്നെ ഒരു പീസ് കടിച്ച് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് ഏട്ടനും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ബൗണ്ടി എന്ന് പറയുന്നത് ഇഷ്ടമല്ല, സ്നിക്കേഴ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോയി. എവിടേക്ക് വെച്ചാൽ അമ്മേൻ്റെ തറവാട്ടിലേക്ക്. ഇത് അമ്മേൻ്റെ തറവാടാണ്. എൻ്റെ അമ്മച്ചൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മച്ചൻ ഇപ്പം ഇല്ല, എൻ്റെ അമ്മച്ചൻ്റെ ഏട്ടൻ്റെ വീടാണിത്. അപ്പം അമ്മച്ചൻ്റെ ഏട്ടനെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഈ വീഡിയോയിൽ എന്തായാലും അമ്മച്ചൻ്റെ ഏട്ടനും എൻ്റെ വലിയമ്മേനും എൻ്റെ വലിയച്ഛനെയൊക്കെ കാണാം. അമ്മച്ചൻ്റെ ഏട്ടനാണ് വലിയച്ഛൻ. അപ്പം ഞങ്ങൾ എന്താ പറയാതെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ അന്ന്. ഇതാട്ടോ വല്യമ്മ. അതെന്തപ്പം ഇത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ പിന്നെ അന്ന് രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്ത് വർത്തമാനം പറഞ്ഞായിരുന്നു. സർപ്രൈസായിട്ട് പോയതാണ് ഞാൻ, അച്ഛനും അമ്മയും കൂടി. എന്നെ എവിടെയും കൊണ്ടുപോകില്ല പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് ലീവില്ല, പ്ലീസ് എന്നെ കൊണ്ടുപോകും, പ്ലീസ് എനിക്ക് വലിയച്ഛനും വലിയവരൊന്നും കാണണ്ട, പ്ലീസ് 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 അത്രയും ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി ചോദിച്ചപ്പോൾ എവിടെയും കൊണ്ടുപോകില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് വലിയച്ഛൻ. എൻ്റെ അമ്മച്ചനെയൊക്കെ ഞാൻ കാട്ടിത്തരാം, ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആൽബത്തിൻ്റെ വീഡിയോയിൽ ഞാൻ അമ്മച്ചനെയൊക്കെ കാട്ടിത്തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇരുടാവുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ പലതും ഞാൻ ഷോർട്സുമായി എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ആദ്യം ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെയാണ് ഞാൻ ലോങ് വീഡിയോ ആക്കി വിചാരിച്ചതാട്ടോ. അങ്ങനെ അമ്മേൻ്റെ ചെരുപ്പാണ് ഞാൻ ഇട്ടിട്ടില്ല. അമ്മേൻ്റെ പുതിയ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അമ്മേൻ്റെ ചെരുപ്പ് എടുത്ത് ഉള്ളിൽ കയറ്റി വെക്കേണ്ട അവസ്ഥയായി. കാരണം അമ്മ പറഞ്ഞു, നീ എൻ്റെ ചെരുപ്പ് എടുത്ത് ഉള്ളിൽ കയറ്റി വെക്ക്, അത് എടുത്ത് സൂക്ഷിച്ച് വെക്കുമെന്ന്.
ഞാൻ പറയാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് ചീത്തക്കും, അതുകൊണ്ട് ഞാൻ പോയി എടുത്ത് വെച്ച കേട്ടോ. അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും എൻ്റെ ആൻറ്റീനെ കണ്ടില്ലേ, ഇതാണ് രണ്ടാമത്തെ ആൻറ്റി. ഇതൊക്കെ ഞാനതിൽ ക്ലിയർ ആയി കാട്ടെ, ഈ വീഡിയോയിലൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എനിക്കറിയാം ഭയങ്കര ചൊറിച്ചിൽ, എന്തോ കടിച്ചിട്ടുണ്ട്, കയ്യിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ വിചാരിച്ചു, നാളെ ട്യൂഷനൊക്കെ പോകാനുള്ളതാണ്. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാത്ത ആ ബിരിയാണി കഴിച്ചു. അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി നന്നായിട്ട് ബിരിയാണി വെക്കും, എനിക്ക് ആൻറ്റീൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഒരു പെരുന്നാൾ ദിവസം മിനി വ്ളോഗാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ബൈ.